ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ബലരാമൻ. കുട്ടികളെ, ഇന്ന് ഭഗവാന്റെ 8ാമത്തെ അവതാരമായ ബലരാമ അവതാരമാണ് പറയുന്നത്. വിഷ്ണുവിൻ്റെ അനന്താംശമായിട്ടാണ് ബലരാമൻ അവതാരമെടുത്തത്. ലോകത്ത് ദുഷ്ടരാജാക്കന്മാർ പെരുകിയപ്പോൾ ഭൂമിദേവി ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചു. താൻ ദേവകി വസുദേവരുടെ പുത്രരായി ബലരാമൻ, ശ്രീകൃഷ്ണൻ എന്നീ പേരിൽ ജനിച്ച് ദുഷ്ടന്മാരെ എല്ലാം വധിച്ച് ഭൂമിയെ രക്ഷിക്കാമെന്ന് ഭഗവാൻ ഉറപ്പ് നൽകി. കുട്ടികളെ, ദേവകി വസുദേവരുടെ വിവാഹം, ദേവകിയുടെ 8ാമത്തെ പുത്രൻ കൊല്ലുമെന്നുള്ള അശരീരി കംസൻ ദേവകിയെയും വസുദേവരെയും കാരാഗ്രഹത്തിൽ അടച്ച കാര്യം എല്ലാം കംസൻ്റെ കഥയിൽ പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ കാരാഗ്രഹത്തിൽ വസുദേവർക്കും ദേവകിക്കും ആദ്യത്തെ കുട്ടി ഉണ്ടായി. ഇതറിഞ്ഞ കംസൻ കാരാഗ്രഹത്തിലെത്തി. ദേവകിയുടെ ദുഃഖം കണ്ട് 8ാമത്തെ കുട്ടിയാണല്ലോ എന്നെ കൊല്ലുന്നത്, അതുകൊണ്ട് ഇതിനെ വളർത്തിക്കൊള്ളാൻ പറഞ്ഞിട്ട് കംസൻ പോയി. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നാരദൻ കംസനെ കാണാൻ വന്നു. അപ്പോൾ കംസൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. 8ാമത്തെ പുത്രനാണ് അങ്ങയെ കൊല്ലുന്നതെങ്കിലും അതിനു മുൻപുണ്ടാകുന്ന കുട്ടികളെ കൊന്നില്ലെങ്കിൽ അവരുടെ സഹായം കൂടി 8ാമത്തെ പുത്രൻ ഉണ്ടാകുമെന്നും അതിനാൽ എല്ലാവരെയും കൊല്ലണമെന്ന് നാരദൻ ഉപദേശിച്ചു. അങ്ങനെ ആദ്യത്തെ കുട്ടിയെയും പിന്നീടുണ്ടായ 5 കുട്ടികളെയും കംസൻ വധിച്ചു. ഇതിനെ എതിർത്ത കംസൻ്റെ അച്ഛനായ ഉഗ്രസേനെയും കംസൻ കാരാഗ്രഹത്തിൽ അടച്ചു. ദേവകി 7ാമതും ഗർഭിണിയായി. ശ്രീ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് മായാദേവി കംസൻ വധിക്കാതിരിക്കാൻ ദേവകിയുടെ ദിവ്യ ഗർഭത്തെ ആവാഹിച്ച് വസുദേവരുടെ 2ാം ഭാര്യയായ രോഹിണിയുടെ ഗർഭത്തിലാക്കി. ദേവകിയുടെ ഗർഭം മാറി. 7ാമത്തെ കുട്ടി അലസിപ്പോയെന്ന വാർത്ത നാട്ടിലെങ്ങും പരന്നു. രോഹിണി യഥാസമയം പ്രസവിച്ചു. ആ ശിശുവാണ് ബലരാമൻ. ഗർഭത്തെ സംഘർഷണം ചെയ്ത് ജനിച്ചതിനാൽ സംഘർഷണൻ എന്ന പേരും ബലരാമനുണ്ടായി. അത് കഴിഞ്ഞ് ദേവകിക്ക് 8ാമത്തെ പുത്രനുണ്ടായി, ഭഗവാൻ ശ്രീകൃഷ്ണൻ. രോഹിണിയുടെ പുത്രനായ ബലരാമന് വെളുത്ത നിറവും ദേവകീ പുത്രനായ കൃഷ്ണന് കാർമേഘത്തിൻ്റെ നിറവുമായിരുന്നു. ബലരാമൻ മധുരയിലും കൃഷ്ണൻ അമ്പാടിയിലും വളർന്നുകൊണ്ടിരുന്നു. കുട്ടികൾക്ക് നാമകരണം ചെയ്യാൻ ഗർഗമുനിയെ വരുത്തി. മുനി ഇവരുടെ ജനന രഹസ്യങ്ങളെല്ലാം നന്ദഗോപരെയും യശോദയെയും ധരിപ്പിച്ചു. ഉടൻ അവർ ബലരാമനെയും അമ്പാടിയിലേക്ക് കൊണ്ടുവന്നു. മുനി 2 പേർക്കും നാമകരണം നടത്തി. അങ്ങനെ അവർ അമ്പാടിയിൽ കഴിഞ്ഞു. ഈ സമയത്ത് ശകടാസുരവധം, ഭഗവധം, കാളിയമർദ്ദനം തുടങ്ങിയ സംഭവങ്ങളെല്ലാം നടന്നു. കൃഷ്ണന് എല്ലാത്തിനും സഹായിയായി ബലരാമൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണനെ വധിക്കുന്നതിന് കംസൻ പൂജ നടത്തുന്നറിഞ്ഞ് ബലരാമനും കൃഷ്ണനും കൂടി ചെന്ന് ഘോരമായ യുദ്ധം നടത്തി കംസനെ വധിച്ചു. ഗുരുകുല വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് പരശുരാമൻ്റെ ഉപദേശപ്രകാരം മറ്റ് യാദവന്മാരോടൊപ്പം ദ്വാരകയിൽ താമസിച്ചു. അവിടുത്തെ രാജർഷിയും മഹർഷിയുമായ രേവന്തൻ്റെ മകളായ രേവതിയെ ബലരാമൻ വിവാഹം കഴിച്ചു. പാണ്ഡവന്മാരുടെ എല്ലാ പ്രശ്നങ്ങളിലും 2 പേരും സഹായിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ബലരാമൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു ദുര്യോധനൻ. ഭീമസേനെയും ദുര്യോധനെയും ഗദായുദ്ധം പഠിപ്പിച്ചത് ബലരാമനായിരുന്നു. ബലരാമൻ്റെ ആയുധം കലപ്പയായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃഷ്ണൻ അർജുൻ്റെ തേരാളിയായത് ബലരാമന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് താല്പര്യമില്ലായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ അനുവാദത്തോടെ ബലരാമൻ തീർത്ഥാടനത്തിനായി പോയി. എല്ലാ ആശ്രമങ്ങളിലും താമസിച്ച് ജീവിച്ചു. അവസാനം കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞ് യാദവന്മാരെല്ലാം തമ്മിലടിച്ച് നശിച്ചെന്നറിഞ്ഞപ്പോൾ ധ്യാനനിരതനായി ഭഗവാനിൽ ലയിച്ചു. കുട്ടികളെ, ഭഗവാന് എപ്പോഴും എല്ലാ കാര്യത്തിനും കൂട്ടായി ബലരാമൻ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് സഹോദര സ്നേഹത്തിൻ്റെ മഹത്വം കണ്ടല്ലോ. അതുപോലെ തന്നെ ദുഷ്ടന്മാരെ ഭഗവാൻ വളർത്തുകയില്ല എന്ന് കംസൻ്റെ കഥയിൽ നിന്നും മനസ്സിലായല്ലോ. കഥ ഇഷ്ടപ്പെട്ടല്ലോ. ഇനി നിർത്തട്ടെ, അടുത്ത കഥയുമായി വരാം. ഹരി ഓം തത്സത്.